ഹലോ എവറി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി # പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന കണ്ടിന്യൂ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രേക്ക് പഠിച്ചിരുന്നു. അപ്പോൾ ഈ ബ്രേക്കിനകത്തുള്ള പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ ലൂപ്പിനകത്ത് ബ്രേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പെർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആയിക്കഴിഞ്ഞാൽ അതിന് ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിച്ചു പോരുമെന്നാണ് നമ്മളവിടെ പഠിച്ചിരുന്നത്. എന്നാൽ ഇവിടെ കണ്ടിന്യൂവിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അതായത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ ആ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് അടിച്ച് എക്സിറ്റ് അടിച്ച് പോരുമെന്നാണ് നമ്മൾ പറഞ്ഞത് എങ്കിൽ ഇവിടെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസിൽ ലൂപ്പ് കണ്ടിന്യൂ നമ്മൾ ചെയ്യുക. മാത്രമല്ല ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. നമ്മളൊരു പെർട്ടിക്കുലർ കണ്ടീഷൻ കൊടുത്തിരിക്കും, ഒരു സ്പെസിഫൈഡ് കണ്ടീഷൻ. ആ കണ്ടീഷൻ ട്രൂ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ റിമൈനിങ് കോഡ് സ്കിപ്പ് ചെയ്തിട്ടാണ് ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലൂപ്പ് വെറുതെ എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നല്ല പറയുന്നത്, പകരം ആ റിമൈനിങ് കോഡ്, ആ ട്രൂ ആയിട്ടുള്ള കണ്ടീഷൻ്റെ റിമൈനിങ് കോഡ് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മളുടെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ഒരു കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇന്നർ ലൂപ്പിൽ യൂസ് ചെയ്യുമ്പോൾ ആ ഇന്നർ ലൂപ്പ് മാത്രമാണ് കണ്ടിന്യൂ പ്രോസസ്സ് നടക്കുക, ഔട്ടർ ലൂപ്പിനെ അത് ബാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എക്സാമ്പിളും ഒക്കെ ഔട്ട്പുട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കോൺസെപ്റ്റ് ക്ലിയർ ആവും. ഇതിൻ്റെ ഒരു സിൻറ്റാക്സ് എന്ന് പറയുന്നത് ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്, സെമിക്കോളൻ, കണ്ടിന്യൂ, ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്രോഗ്രാം വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഐഡിയ കിട്ടും. ഇവിടെ പ്രോഗ്രാമിൽ യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ്, കണ്ടിന്യൂ, എക്സാമ്പിൾ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ്. പിന്നെ നമ്മൾ മെയിൻ മെത്തേഡിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താ നടക്കുന്നത്? ഫോർ ഇൻറ്റ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 i++. അതായത് ഇവിടെ നമ്മൾ ലൂപ്പിനകത്ത് ഇനീഷ്യലൈസ് ചെയ്തു i 1 ആണ്. പിന്നെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു ഈ 5 = 5 ആണോ? അല്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല, അതായത് അതിൻ്റെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോവാണ്. പ്രത്യേകിച്ച് ആ കണ്ടീഷൻ ട്രൂ ആയിട്ടില്ലല്ലോ, അപ്പോൾ നമ്മുടെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റിന് വാലിഡിറ്റി ഇല്ല. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇവിടെ ജസ്റ്റ് നമുക്ക് റൈറ്റ് ലൈൻ ആണുള്ളത്, പ്രിൻറ്റ് ചെയ്ത് പോകാനാണുള്ളത്. അപ്പോൾ 1 പ്രിൻ്റ് ആവും. പിന്നെ i++ ചെയ്യും, അപ്പോൾ i 2 ആവും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും, 2 5 അല്ലല്ലോ, അപ്പോൾ വീണ്ടും നമ്മൾ പ്രിൻറ്റ് ചെയ്ത് പോകും. അങ്ങനെ 3 ചെയ്യും, 4 ചെയ്യും, 5 എത്തുമ്പോൾ എന്തായിപ്പോയി? ഈ i = 5 എന്നുള്ളത് ട്രൂ ആയി മാറി. സോ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എന്തായി? സ്കിപ്പായി. അതോടുകൂടി 5 നമ്മൾ എന്ത് ചെയ്യില്ല? പ്രിൻ്റ് ചെയ്യില്ല. നെക്സ്റ്റ് ലെവലിലേക്ക്, അതായത് ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മളുടെ i++ലേക്കാണ് അത് പോവുക. ഇപ്പോൾ i++ എന്നുള്ളത് എന്തായി? 6 ആയി മാറി. അങ്ങനെ 6ലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ 6ഉം 5ഉം സെയിം അല്ലല്ലോ, അപ്പോൾ വീണ്ടും കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്യില്ല, അതിങ്ങനെ പ്രിൻ്റ് ചെയ്ത് പോകും. 7ൻ്റെ കേസ് വരുമ്പോഴും സെയിം ആണ്, 8ൻ്റെ കേസ് വരുമ്പോഴും, 9ൻ്റെ കേസ് വരുമ്പോഴും, 10ൻ്റെ കേസ് വരുമ്പോഴൊക്കെ അതുതന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഒറ്റ കേസിൽ ഇവിടെ സ്കിപ്പിംഗ് പ്രോസസ്സ് നടക്കുന്നുള്ളൂ. അത് i = 5 എന്നുള്ള കേസിലാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കണ്ടാൽ മനസ്സിലാവും. 1 2 3 4 കണ്ടോ, അതൊക്കെ പ്രിൻ്റ് ചെയ്ത് വന്നു. പിന്നെ 6 7 8 9 10 എന്നാണ് വന്നത്. അതായത് 5 ഇവിടെ സ്കിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഐഡിയ? മനസ്സിലായില്ലേ? മറ്റോടത്ത് എങ്ങനെയായിരുന്നു? 4 കഴിഞ്ഞപ്പോൾ അത് ബ്രേക്ക് അടിച്ച് പോരുകയാണ് ചെയ്തത്. എന്നാൽ കണ്ടിന്യൂൻ്റെ കേസിൽ അങ്ങനെയല്ല, ബാക്കിയുള്ളതൊക്കെ എക്സിക്യൂട്ട് ആവും. അതായത് ഐറ്ററേഷൻ കണ്ടിന്യൂ ചെയ്യും, പക്ഷേ ആ പെർട്ടിക്കുലർ കണ്ടീഷനിലുള്ള വാല്യൂ സ്കിപ്പ് ചെയ്ത് പോരുകയാണ് ചെയ്യുന്നത്. ഇനി ഇന്നർ ലൂപ്പിൻ്റെ കേസ് വരുമ്പോൾ എന്താ നടക്കുന്നത്? അത് ഇന്നർ ലൂപ്പിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ആ ഇന്നർ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അതായത് അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പായിട്ട് ഇന്നർ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളിലേക്ക് നോക്കാം. യൂസിങ് സിസ്റ്റം, പബ്ലിക് ക്ലാസ്, കണ്ടിന്യൂ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ്. മുമ്പൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന പോലെ i എന്ന് പറഞ്ഞിട്ടൊരു ഫോർ ലൂപ്പ് ഉണ്ടാക്കി, j പറഞ്ഞ ഫോർ ലൂപ്പ് ഉണ്ടാക്കി, കണ്ടീഷൻ എന്ത് കൊടുത്തു? i = 2 ആൻഡ് j = 2. അങ്ങനെ കേസ് വരുമ്പോഴാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്, അതായത് സ്കിപ്പ് ചെയ്യേണ്ട കേസ് വരുന്നത്. പിന്നെ ചെയ്യാനുള്ള iയും jയും പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 1 എക്സിക്യൂട്ട് ചെയ്യും, കാരണം 2 എന്നുള്ള കോൺസെപ്റ്റ് അവിടെ വരുന്നില്ല. കാരണം i = 2 ആണ്, j = 2 ആണ്. അപ്പോൾ 1 കേസിലും പ്രശ്നമില്ല, 1 കേസിലും പ്രശ്നമില്ല, 1 കേസിലും പ്രശ്നമില്ല. എന്നാൽ 2 കേസ് വരുമ്പോൾ ഓക്കെ, അവിടെയും പ്രശ്നമില്ല. പക്ഷേ iയും jയും 2 ആവുന്ന കേസാണ് പിന്നെ വരുന്നത്. അവിടെ അതെന്തായി? സ്കിപ്പായി നെക്സ്റ്റ് ഐറ്ററേഷനിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ എന്താ വരിക?
ആ 2 എന്നുള്ളത് 2 ആയിട്ട് മാറും. കാരണം ജെ മാത്രമാണ് അവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ പറഞ്ഞു ഇന്നർ ലൂപ്പ് നെക്സ്റ്റ് ഇറ്ററേഷനിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ 2 എക്സിക്യൂട്ട് ആവും. പിന്നെ 3 3 അവിടെ ഒന്നും ബാധിക്കുന്നേ ഇല്ല. ബിക്കോസ് 2 ആയി വരുന്ന കേസുകളിൽ മാത്രമേ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, 1 1 1 2 1 3 2 1 2 3 3 1 3 2 3 3. ഇവിടെ 2 1 കഴിഞ്ഞിട്ട് 2 3 ആണ് വന്നിട്ടുള്ളത്. 2 എക്സിക്യൂട്ട് ആയിട്ടില്ല. അതായത് അവിടെ വന്നിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ആവുകയാണ് ചെയ്തത്. അതാണ് ഈ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകതയും. നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്, അവിടെ നമ്മൾ ഇന്നർ ലൂപ്പിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതായിരുന്നു. അവിടെ 2 1 വന്നു, 2 2 2 3 എക്സിക്യൂട്ട് ആയിട്ടില്ല. കാരണം 2 1 കഴിഞ്ഞ് 2 2ൻ്റെ കേസ് വന്നപ്പോഴാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയത്. അതായത് ആ കണ്ടീഷൻ ട്രൂ ആവുന്ന കേസ് വന്നു. ഐയും ജെയും ഒക്കെ ട്രൂ ആവുന്ന കേസ് വന്നു. അതോടുകൂടി അതിന് ബ്രേക്ക് അടിച്ച് എക്സിറ്റ് അടിച്ച് പോരുകയാണ് ചെയ്തത് ഇന്നർ ലൂപ്പിൽ നിന്ന്. അതുകൊണ്ട് തന്നെ 2 3 അവിടെ എക്സിക്യൂട്ട് ആയിരുന്നില്ല. പകരം നമ്മൾ ഈ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത കേസിൽ 2 3 എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് ആ കണ്ടീഷൻ ട്രൂ ആവുന്ന കേസ് മാത്രം സ്റ്റേറ്റ്മെൻറ്റ്സ് സ്കിപ്പ് ചെയ്തിട്ട് ലൂപ്പ് പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. എന്താണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ഇത് നമ്മളുടെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ കറണ്ട് ഫ്ലോ കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ നമ്മളൊരു സ്പെസിഫൈഡ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് റിമൈനിങ് ആയിട്ടുള്ള കോഡ് സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഐറ്ററേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുക. ഇന്നർ ലൂപ്പിൻ്റെ കേസ് വരുമ്പോൾ ഇന്നർ ലൂപ്പിനെ മാത്രമേ അത് ബാധിക്കുള്ളൂ. ഇന്നർ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. അതിനകത്ത് സ്കിപ്പ് ചെയ്യാനുള്ള സ്പെസിഫൈഡ് കണ്ടീഷൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കോഡ് മാത്രം സ്കിപ്പ് ചെയ്യും. അതാണ് ഈ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നടക്കുന്നത്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ വ്യക്തമായി പറഞ്ഞിരുന്നു. അവിടെ നടക്കുന്ന എന്താണ്, ബ്രേക്ക് സ്പെസിഫൈഡ് കണ്ടീഷൻ ട്രൂ ആയിക്കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. അതായത് അവിടെ അവർ ആ ലൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ സ്വിച്ചിൽ നിന്നൊക്കെ എക്സിറ്റ് അടിച്ച് പോരുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളതിൻ്റെ സിൻറ്റാക്സ് പറഞ്ഞു, എക്സാമ്പിൾസ് പറഞ്ഞു. എക്സാമ്പിൾസ് വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസാണ്. നമ്മൾ ലോജിക്ക് ഒന്നുകൂടി ഈസി ആവാൻ വേണ്ടി പറഞ്ഞത്. കാരണം നമുക്കിവിടെ നമുക്ക് ആ കോൺസെപ്റ്റാണ് കൂടുതൽ ക്ലിയർ ആവേണ്ടത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ബ്രേക്കിനകത്തും ഈ ഒരു എക്സാമ്പിൾ തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഇവിടെ 1 2 3 4 കഴിഞ്ഞിട്ട് 6ഉം 7ഉം 8ഉം 9ഉം 10 ഒക്കെ പ്രിൻ്റായി വന്നിട്ടുണ്ട്. 5 മാത്രമേ പ്രിൻ്റായി വരാത്തുള്ളൂ. ആ ബ്രേക്കിൻ്റെ കേസിൽ നമുക്ക് ശ്രദ്ധിച്ചറിയാം 1ഉം 2ഉം 3ഉം 4ഉം വരെ മാത്രം പ്രിൻ്റായി അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് പോരുകയാണ് ചെയ്തത്. 5 തൊട്ട് പ്രിൻ്റ് ആയതേ ഇല്ല. അതായിരുന്നു അതിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെ ഇന്നർ ലൂപ്പിൻ്റെ കേസ് വന്നപ്പോഴും അവിടെ എന്താ സംഭവിച്ചത്, 1 1ഉം 1 2ഉം 1 3ഉം 2 1ഉം വരെ മാത്രമാണ് എക്സിക്യൂട്ട് ആയത്. പിന്നെ 2 2 2 3 എക്സിക്യൂട്ട് ആയില്ല. പിന്നെ 3 1 3 2 3 3 അങ്ങനെയാണ് എക്സിക്യൂട്ട് ആയത്. ഇവിടെ 2 1ഉം 2 3ഉം എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഡിഫറൻസ്. നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ച് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.